അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 56-ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ കഴിഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഖുറൈശികൾക്കെതിരെ പോരാടാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നൽകുകയാണ്. ഉദിനല്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു. ഈ ഒരു പെർമിഷൻ ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കെതിരെ ചില നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന രണ്ട് സാങ്കേതിക പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഘടനകളെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ സീറാ പണ്ഡിതന്മാർ അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് കടന്നു വരുന്ന കാറ്റഗറി ഗസ്വ എന്നുള്ള കാറ്റഗറിയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് നേതൃത്വം നൽകി റസൂലുള്ള പങ്കെടുത്ത യുദ്ധങ്ങളെ ഗസ്വ എന്നുള്ള പേരിലാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് കടന്നു വരുന്ന കാറ്റഗറി, അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ പല സന്ദർഭത്തിലും ചില ദൗത്യ സംഘങ്ങളെ പല ആവശ്യത്തിനായിട്ട് റസൂലുള്ള അയക്കുന്നുണ്ട്. പല സന്ദർഭത്തിലും വിവരങ്ങൾ ചോർത്താൻ അല്ലെങ്കിൽ പട്രോളിങ്, അതായത് അവിടെ റോന്തു ചുറ്റി ശത്രുക്കളുടെ പ്രവിശ്യകളെല്ലാം ചെന്ന് അവരുടെ നീക്കങ്ങളെല്ലാം രഹസ്യമായിട്ട് മണത്തറിയാൻ വേണ്ടിയും, അതല്ലെങ്കിൽ മറ്റു ചില സന്ദർഭത്തിൽ സഖ്യകക്ഷികളായിട്ട് സംഭാഷണങ്ങൾ നടത്താൻ വേണ്ടി, അതല്ലെങ്കിൽ അപൂർവം ചില സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദൗത്യ സംഘങ്ങളെ അയക്കുന്നുണ്ട്. റസൂലുള്ള പങ്കെടുക്കാതെ അയച്ചിട്ടുള്ള മൊത്തത്തിലുള്ള അത്തരത്തിലുള്ള ദൗത്യങ്ങളെ ചരിത്രകാരന്മാർ സറായ അല്ലെങ്കിൽ സരിയ എന്നുള്ള പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഈ രണ്ട് പദങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. റസൂലുള്ള പങ്കെടുത്ത യുദ്ധങ്ങൾ ഗസ്വ എന്നുള്ള പേരിലും, അതല്ലാതെ മൊത്തത്തിൽ മറ്റുള്ള ദൗത്യങ്ങളെ മുഴുവൻ സരിയ എന്നുള്ള പേരിലുമാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അതിൽ എത്ര സരിയകൾ എത്ര ഗസ്വുകൾ, ആ ഒരു വിഷയത്തിലും സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ മഗാസിയിൽ കടന്നു വരുന്ന ആദ്യത്തെ ഹദീസ്, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, കം ഗസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് എത്ര ഗസ്വകളാണ് റസൂലുള്ള പങ്കെടുത്തത്? അദ്ദേഹം പറയാണ് 19. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 19 യുദ്ധങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ കാലം കൊണ്ട് 19 യുദ്ധങ്ങളോ എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം മനസ്സിലാക്കാൻ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് ചേർത്ത് വായിച്ചാൽ മതി. സ്വഹീഹ് മുസ്ലിമിൽ ബുറൈദ റളിയല്ലാഹു അൻഹു പറയാണ്, ഗസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 19 ഗസ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 19 യുദ്ധങ്ങളിൽ പങ്കെടുത്തു. പക്ഷേ ഖാതല ഫീ 8 മിൻഹുന്ന, അതിൽ 8 എണ്ണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടി എന്നുള്ളതാണ്. അതായത് ആ 19 പലതും യുദ്ധങ്ങളെ ആയിരുന്നില്ല. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ 8 എണ്ണം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അത് മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. ആ പ്രധാനപ്പെട്ട 8 എണ്ണം പണ്ഡിതന്മാർ സീറ ഗ്രന്ഥങ്ങളിൽ അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബദർ, അതേപോലെ തന്നെ ഉഹദ്, ഖന്തഖ്, മുറൈസി. അതായത് മുറൈസി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആ ദൗത്യം. ചില പണ്ഡിതന്മാർ അതിന് പകരം അവിടെ ബനുൽ മുസ്തലഖ് ചേർത്ത് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഖൈബർ, മക്ക, ഹുനൈൻ, ത്വായിഫ്, ഈ 8 എണ്ണമാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ആ 8 എണ്ണം, ആ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പറയപ്പെട്ട പലതും യുദ്ധങ്ങളായിരുന്നില്ല. അപ്പോൾ ബനുൽ മുസ്തലഖ്, അവിടെ കാര്യമായിട്ടുള്ളൊരു യുദ്ധം സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ ഫതഹ് മക്ക ലിസ്റ്റിലുണ്ട്. ഫതഹ് മക്ക, മക്ക വിജയം, അതൊരു യുദ്ധമല്ല, പക്ഷേ ആ ലിസ്റ്റിലുണ്ട്. അപ്പോൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടിയ യുദ്ധങ്ങൾ, ജീവിതകാലത്ത് പോരാടിയ യുദ്ധങ്ങൾ 5-6 മാത്രമാണ്. അതാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. അതാണ് യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന കണക്ക്. ഇനി ശരിയകളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുക്കാത്ത മിഷനുകളെ മൊത്തത്തിൽ സറായ അല്ലെങ്കിൽ സരിയ എന്നുള്ള പദം കൊണ്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മൊത്തം ജീവിതകാലത്ത് എത്ര സരിയകളാണ് റസൂലുള്ള നിയോഗിച്ചിട്ടുള്ളത്, എത്ര എന്നുള്ള എണ്ണത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ ഇമാം ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എത്ര സരിയകൾ എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്ത പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ആ വ്യത്യസ്ത കണക്കുകൾ ഓരോന്നായിട്ട് അദ്ദേഹം ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ റസൂലുള്ളാഹ് മൊത്തം ജീവിതകാലത്ത് 24ഓളം സരിയകൾ നിയോഗിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ 30 അതേ സന്ദർഭത്തിൽ ഇമാം വാഖിദിയെ പോലെ അല്ലെങ്കിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകൾ 40-ലധികം സരിയകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതകാലത്ത് നിയോഗിച്ചെന്ന് അഭിപ്രായപ്പെടുന്നു. ചില പണ്ഡിതന്മാർ 50-ലധികം സൂചിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇത്രയും വലിയ നമ്പർ സൂചിപ്പിക്കാനുള്ള കാരണം? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പണ്ഡിതന്മാരും ഏത് രൂപത്തിലാണ് ശരിയെ നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ച് ആ നമ്പറിൽ വേരിയേഷൻ സംഭവിക്കും എന്നുള്ളതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പരിശോധിക്കാൻ വേണ്ടി രണ്ടാളുകളെ വിട്ടത് അതെല്ലാം ശരിയയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി എണ്ണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നമ്പറായിരിക്കും ലഭിക്കുക. അപ്പോൾ മൊത്തത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന വ്യത്യസ്ത കണക്കുകളെല്ലാം മുന്നിൽ വെച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു ആലം ഏകദേശം നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മൊത്തം ജീവിതകാലത്ത് ഏകദേശം 30-40 ഇടയിൽ ശരിയകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാഹു ആലം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു കണക്കുകൾ വെച്ച് പല സന്ദർഭത്തിലും വിമർശകരായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവർ പറയാറുള്ളത് ഇത്ര ഒരു ചെറിയ കാലഘട്ടം കൊണ്ട്, അതായത് മദീനൻ കാലഘട്ടം ആ 10 വർഷം കൊണ്ട് ഇത്രയേറെ യുദ്ധങ്ങൾ, 19ഓളം ഗസ്വകളും 30-ലധികം ശരിയകളും നടത്തിയ പ്രവാചകൻ, അതായത് ഈ ഒരു കണക്കുകൾ വെച്ച് പല സന്ദർഭത്തിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധമോഹിയായിരുന്നു, നഊദു ബില്ലാഹ്, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവം എന്നെല്ലാം ഈ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളും അവർ പടർത്താൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഓരോന്നായിട്ട് വിശദീകരിച്ചത്. ഇപ്പോൾ ഗസ്വകളെ സംബന്ധിച്ച് 19ഓളം ഗസ്വകൾ എന്ന ഹദീസിലുണ്ടെങ്കിലും അതിൽ യഥാർത്ഥത്തിൽ ശത്രുക്കളുമായിട്ട് നേർക്ക് നേരെ ഏറ്റുമുട്ടൽ സംഭവിച്ചത് വെറും 5-6 തവണ മാത്രമാണ്. 5-6 യുദ്ധങ്ങൾ മാത്രമാണ് അതിൽ കാര്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ശരിയകളെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലും 30-ലധികം ശരിയകൾ എന്ന് പറയുമ്പോൾ ഓരോ ശരിയകളും രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിക്കാറുള്ളത്. പല സന്ദർഭത്തിലും ശരിയകളെല്ലാം ചെറിയ ചെറിയ മിഷനുകളായിരുന്നു. അതിൽ ഇപ്പോൾ ബദറിന് മുമ്പ് തന്നെ നടക്കുന്ന 4-5 ശരിയകൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ വിശദീകരിക്കുക. അതിലൊന്നിൽ പോലും ഒരു യുദ്ധം, ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവം സന്ദർഭത്തിൽ മാത്രമാണ് സംഘടനകൾ കടന്നു വരുന്നത്. ഇനി ഇത്തരത്തിലുള്ള നമ്പറുകൾ മാത്രം വെച്ചിട്ട് തന്നെ അവർ നടത്തുന്ന തെറ്റിദ്ധാരണകൾ, ആ തെറ്റിദ്ധാരണകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം, മൊത്തം സീറയിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തുടനീളം നടന്ന മുഴുവൻ ഗസ്വകളിലും അതേപോലെ തന്നെ ശരിയകളിലും മൊത്തം യുദ്ധങ്ങളിൽ മരണപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്തു നിന്നും രക്തസാക്ഷികളായ ആളുകളുടെ എണ്ണം വെറും 255 മാത്രമാണ്. മുസ്ലിം പക്ഷത്തു നിന്നും രക്തസാക്ഷികളായത് വെറും 255 ആളുകളാണ്. അതേ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തു നിന്നും വധിക്കപ്പെട്ടത് 759 ആളുകൾ മാത്രമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതകാലത്തുടനീളം നടന്ന സംഘട്ടനങ്ങൾ, യുദ്ധങ്ങളിൽ ഇരുപക്ഷത്തു നിന്നുമായിട്ടും വധിക്കപ്പെട്ടത് വെറും 1014 ആളുകൾ മാത്രമാണ്. ചിന്തിച്ചു നോക്ക്, ഈ ഒരു ചെറിയ സംഖ്യ മുന്നിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്തരൂക്ഷിത വിപ്ലവം അല്ലെങ്കിൽ വാളേന്തിയ പ്രവാചകൻ എന്നെല്ലാം ഹൃദയത്തിന് രോഗമുള്ള വിമർശകരായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലെല്ലാം വിമർശിക്കുന്ന ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് നടന്ന രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവങ്ങൾ, അതായത് മതത്തിൻ്റെ പേരിൽ നടന്ന കുരിശ് യുദ്ധങ്ങളാകട്ടെ, അതേപോലെ തന്നെ ഏകാധിപതികളുടെ കൂട്ടക്കൊലകളും മഹായുദ്ധങ്ങളിലെല്ലാം അകാരണമായിട്ട് വധിക്കപ്പെട്ട ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കാണ് മറുവശത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ അനിവാര്യമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും കുറഞ്ഞ ജീവഹാനി, അതായത് വെറും 1014 ആളുകൾ മാത്രം റസൂലുള്ളാഹിന്റെ കാലത്ത് ഉടനീളം നടന്ന ആ സംഘടനകളിൽ ജീവഹാനി സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അപ്പോൾ ആ രൂപത്തിലാണ് ശരിയകളെയും ഖസ്വകളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ശരിയ, ഖസ്വ, എത്രയായിരുന്നു അതിൻ്റെ എണ്ണം, അത് രണ്ടും നമ്മൾ പരിശോധിച്ചു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഇപ്പോൾ ബദർ യുദ്ധത്തിന് മുമ്പ് തന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട ചില ഖസ്വകളും ശരിയകളുണ്ട്. അതിലേതായിരുന്നു ആദ്യത്തെ ഖസ്വ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? പല ആളുകളും ബദറാണെന്നാണ് ധരിച്ചു വെക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം സ്വഹീഹുൽ ബുഖാരി കടന്നു വരുന്ന ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. അവ്വലു മാ ഗസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അബ്വ സുമ്മൽ ബുവാത്ത് സുമ്മൽ ഉശൈറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം അൽ അബ്വ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ബുവാത്ത്, മൂന്നാമതായിട്ട് അൽ ഉശൈറ. ഈ 3 ഖസ്വകളും അതോടൊപ്പം ചില ശരിയകളെല്ലാം കടന്നു വരുന്നത് ബദറിന് മുമ്പായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം നമ്മൾ വിശദമായിട്ട് കടന്നു വരും. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ യുദ്ധത്തിന് അനുമതി ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഖുറൈശികളുടെ ആ കച്ചവട കാരവനെ തടയാനുള്ള അല്ലെങ്കിൽ അതിനെ പിടികൂടാനുള്ള ചില രഹസ്യ നീക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം, അവരുടെ ഓക്സിജൻ എന്നുള്ളത് ആ വർഷത്തിലുള്ള 2 കച്ചവട യാത്രകളാണ്. ഇലാഫിഹിം റിഹ്ലത്ത ശിത്വാഇ വസ്വൈഫ്. അതിൽ ശ്യാമിലേക്കുള്ള അവരുടെ കച്ചവട കാരവന് കടന്നു പോകുന്നത് മദീന വഴിയാണ്. ആ കച്ചവടത്തിലൂടെ അവർ സ്വരൂപിക്കുന്ന ലാഭവിഹിതം അത് ഉപയോഗിച്ചിട്ടാണ് അവർ മുസ്ലിങ്ങൾ ആക്രമിക്കാനുള്ള സമ്പത്തും സൈന്യവും എല്ലാം മക്കയിൽ ഒരുക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അവരുടെ ആ സാമ്പത്തിക രംഗത്തെ ക്ഷയിപ്പിക്കാനുള്ള ആ സാമ്പത്തിക യുദ്ധത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കമിടുന്നത്. അതായത്
സൈനിക നടപടിയിലൂടെ ശത്രുക്കളുടെ സാമ്പത്തിക രംഗം എക്കണോമി ദുർബലപ്പെടുത്തുക, എക്കണോമിക് വാർഫെയർ. ഇപ്പോൾ നമുക്കറിയാം ആധുനിക ലോകത്തും ചൈനയും അമേരിക്കയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ, അതായത് സാമ്പത്തികമായിട്ട് മക്കാരുടെ ആ വ്യാപാര മാർഗം ഉപരോധിച്ചുകൊണ്ട് അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള നീക്കങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് നടത്തിയത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ആ രൂപത്തിൽ നീക്കം നടത്തിയെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഭാഗത്ത് നാം വിശദീകരിച്ചു. ഖുറൈശികൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. ആ ആക്രമണങ്ങൾ ഈ ഒരു സന്ദർഭത്തിലും അവർ മുസ്ലിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ വാങ്ങാൻ മാത്രമല്ല തിരിച്ചടിക്കാനും ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾ നോക്കി നിൽക്കില്ല, അതായത് ഞങ്ങൾ തിരിച്ചടിക്കാൻ സന്നദ്ധരാണെന്നുള്ള ആ ഒരു മെസ്സേജ് അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൈമാറുകയാണ്. ഇപ്പോൾ ഇവിടെ ഉയർന്നു വരാറുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം ഓറിയൻ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ക്രൈസ്തവ മിഷനറിമാരായിട്ടുള്ള ആളുകളെല്ലാം ഉന്നയിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഞാൻ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമെല്ലാം സൂചിപ്പിച്ച സന്ദർഭത്തിൽ നമ്മൾ ഉദ്ധരിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശകൻ ഡേവിഡ് എസ് മാർഗോലിയോത്തിനെ പോലെയുള്ള ആളുകളെല്ലാം അവരുടെ ഗ്രന്ഥത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെല്ലാം ഹിജറ ചെയ്ത് എത്തിയ ഉടനെ, അല്ലെങ്കിൽ ഹിജറ ചെയ്ത് എത്തിയ ആദ്യ വർഷങ്ങളിൽ, മദീനൻ കാലഘട്ടത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ അവരുടെ ഉപജീവന മാർഗം അവർ കണ്ടെത്തിയത് മരുഭൂമിയിലൂടെ പോകുന്ന അറേബ്യൻ കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടാണ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അതായത് മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ജീവിച്ചത്. ആ രൂപത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അവർ പടച്ചുവിടുന്നത്. നഊദു ബില്ലാ. അതായത് ഖാത്തിയു ത്വരീഖ് അല്ലെങ്കിൽ ഹൈവേ റോബറി, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അവിടെ നടത്തിയത്. അതാണ് അവർ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം. ചിന്തിച്ചു നോക്ക്, എത്ര സമർത്ഥമായിട്ടാണ് സത്യത്തെ വളച്ചൊടിക്കുന്നത്. അവർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട്, പക്ഷേ അസത്യങ്ങൾ ചാലിച്ച സത്യങ്ങളാണ് അവർ ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവട കാരവൻ ആക്രമിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അറേബ്യയിലൂടെ കടന്നു പോകുന്ന മുഴുവൻ കച്ചവട കാരവൻ എന്നുള്ളത് ശുദ്ധ നുണയാണ്. അതായത് ഖുറൈശി കച്ചവട കാരവനെ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ ആക്രമിച്ചിട്ടുള്ളൂ. ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോ മറ്റേതെങ്കിലും ഒരു കച്ചവട സംഘത്തെ ആക്രമിച്ചതായിട്ട് ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറൈശി എന്നുള്ളത് അവർ ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ്. ആ രൂപത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് പരിശുദ്ധ ഖുർആനിലും സമാനമായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സന്ദർഭത്തിൽ നിന്ന് ആയത്തിന് അടർത്തിയെടുക്കുക, അല്ലെങ്കിൽ തലയും വാലും വെട്ടി മറ്റൊരു രൂപത്തിലുള്ള അർത്ഥം നൽകിക്കൊണ്ട് അവർ വ്യാഖ്യാനിക്കാറുണ്ട്. സമാനമായിട്ട് സീറയിലും അതേ സമീപനാണ് അവർ നടത്തുന്നത്. റസൂലുള്ളാഹിൻ്റെ ആ മൊത്തം സീറയിൽ ആ 10-13 വർഷത്തെ മക്കീ കാലഘട്ടത്തിലുള്ള പീഡനങ്ങളെല്ലാം അതെല്ലാം മാറ്റിവെച്ച് അത്രയും കാലത്ത് ആ പീഡനങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ നിശബ്ദരാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അവർക്കെതിരെ നടത്തിയ ഒരു ചെറിയ നീക്കം അത് മാത്രം അങ്ങോട്ട് ഊരിയെടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികൾ അവർ വിമർശിക്കുകയാണ്. ചിന്തിച്ചോ, എത്ര വലിയ അനീതിയാണ്. ഖുറൈശികൾ മക്കീ കാലഘട്ടത്തിൽ നടത്തിയ ആ ക്രൂരതകളെ സംബന്ധിച്ചും കൊലപാതകങ്ങളെ സംബന്ധിച്ചെല്ലാം അതൊന്നും അതിനോട് ചേർത്ത് പറയാതെ ഈ ഒരു സംഭവം മാത്രം സന്ദർഭത്തിൽ നിന്നും അവർ അടർത്തിയെടുക്കുകയാണ്. ഇസ്ലാം മറ്റുള്ള ആളുകളുടെ സമ്പത്തിന് അന്യൻ്റെ മുതലിന് അങ്ങേയറ്റം വില കൽപ്പിച്ച മതമാണ്. അപ്പോൾ അതാരെങ്കിലും അന്യായമായിട്ട് അപഹരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദ്യമുണ്ട്, അവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ടെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കച്ചവട സംഘത്തെ കൊള്ളയടിക്കൽ അത് വമ്പിച്ച അപരാധമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയുടെ 33-ാമത്തെ വചനം ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വ റസൂലഹു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അതിൻ്റെ തഫ്സീറുകളിലെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ട് കൊള്ള ചെയ്ത് അവരെ വധിക്കുന്ന ആളുകൾക്കുള്ള കഠിനമായിട്ടുള്ള ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. തുഖത്ത ഐദിയഹും വ അർജുലഹും മിൻ ഖിലാഫ്, അവർക്കുള്ള ശിക്ഷാവിധിയാണ്. അൽ ഹിറാബ എന്നുള്ള ആ ഒരു ശിക്ഷാവിധി ഇസ്ലാമിക ശിക്ഷാവിധിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ ഖുറൈശികളുടെ കച്ചവട കാരവനെ അവർ ആക്രമിച്ചു? അതാണ് ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, അവിടെ ശത്രുക്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് കൊള്ളയടിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെയുള്ളൊരു കയ്യേറ്റമായിരുന്നില്ല. മറിച്ച് ഖുറൈശികൾ ആ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന സമ്പത്തും സാധനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരുപാട് കാലത്തെ നീണ്ടകാലത്തെ പീഡനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം മുസ്ലിങ്ങൾ തന്നെ അവരുടെ നാട്ടിൽ വിട്ടേച്ചു പോയിട്ടുള്ള സമ്പത്താണ് ഖുറൈശികൾ പ്രധാനമായിട്ട് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ അവർ അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അവരുടെ വീടും എല്ലാം ഉപേക്ഷിച്ചാണ് അവർ ഹിജ്റ പോയത്. പല ആളുകൾക്കും, അതിസമ്പന്നരായിട്ടുള്ള പല ആളുകളും ഹിജ്റ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹിജ്റയുടെ ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സുഹൈബ് റൂമിയുടെ ചരിത്രമെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു, റളിയല്ലാഹു അൻഹു. അദ്ദേഹം
വർഷങ്ങളോളം കച്ചവടം ചെയ്ത് വലിയ ധനികനായി ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ പിടിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അവർ പിടിച്ചു വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അതിധനികരായിട്ടുള്ള ആളുകൾ മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം 0 ആയിട്ടാണ് മദീനയിലേക്ക് എത്തുന്നത്. അതേ രൂപത്തിൽ എത്രയോ പേരുടെ സമ്പത്ത് അതെല്ലാം ഖുറൈശികളുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് അവർ പ്രധാനമായിട്ട് കച്ചവടം ചെയ്യുന്നത്. ഏതുപോലെയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ വന്നിട്ട് നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 1 ലക്ഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് അയാൾ പോയി, അയാൾ സുഖമായിട്ട് അവിടെ നടക്കുകയാണ്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പണമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്നു നോക്കിയ സന്ദർഭത്തിൽ അതിൽ നിന്നൊരു 1000 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സംഭവം, അതായത് നിങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പിടിച്ചു വാങ്ങിയ 1000 അതിനെ എങ്ങനെയാണ് ഒരാൾ മോഷണം അല്ലെങ്കിൽ പിടിച്ചു പറയുന്ന ഏത് രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക? കാരണം 1 ലക്ഷം നിങ്ങളിൽ നിന്ന് അദ്ദേഹം ഓൾറെഡി മോഷ്ടിച്ചിട്ടുണ്ട്. അതേ രൂപത്തിലാണത്. അപ്പോൾ ചുരുക്കത്തിൽ യുദ്ധത്തിനുള്ള ഒരു അനുമതി ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ആ കച്ചവട സംഘത്തെ ലക്ഷ്യമിട്ട് ചില ഗസ്വകളും ശരിയകളെല്ലാം റസൂലുള്ളാഹി ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഒരു ദൗത്യം സരിയത്തു സൈഫുൽ ബഹർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ശരിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കുന്നില്ല. അത് അരങ്ങേറുന്നത് ഹിജറ വർഷം 1, അതായത് ഹിജറ ചെയ്തെത്തിയ ആദ്യത്തെ വർഷം റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 30 മുഹാജിറുകളെ, പ്രത്യേകം അടിവരയിടുക 30 മുഹാജിറുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. അവർക്ക് നൽകിയ മിഷൻ, അവരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഷ്യാമിൽ നിന്നും മടങ്ങി വരുന്ന ഒരു ഖുറൈശി കച്ചവട സംഘം അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 300ഓളം ആളുകളുമായിട്ട് ഷ്യാമിൽ നിന്നും വരുന്ന ഒരു ഖുറൈശി കച്ചവട സംഘത്തെ തടയുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ ദൗത്യം. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവും ആ 30 അംഗ സംഘവും അവർ പുറപ്പെടുകയാണ്. അവസാനം ഈ 2 വിഭാഗവും ചെങ്കടലിൻ്റെ ഭാഗത്ത് യാമ്പുവിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് അവർ നേർക്ക് നേരെ കണ്ടുമുട്ടുകയാണ്. 2 വിഭാഗം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ സന്ദർഭത്തിൽ ചിന്തിച്ചു നോക്കുക. അതായത് അബൂജഹലിൻ്റെ ഭാഗത്ത് 300ഓളം ആളുകൾ, മറുപക്ഷത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വെറും 30 ആളുകൾ മാത്രമാണ്. അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ ആ ഒരു സന്ദർഭത്തിൽ അവർ 2 ആളുകൾ നിലകൊള്ളുന്ന ആ ഒരു സ്ഥലം അവിടെ ജുഹ്ന ഗോത്രക്കാരുടെ പ്രദേശത്താണ് ഈ 2 വിഭാഗം നിൽക്കുന്നത്. അങ്ങനെ ആ ജുഹ്ന ഗോത്രത്തിൻ്റെ തലവൻ മജ്ദി ബിൻ അംർ എന്നറിയപ്പെടുന്നൊരു വ്യക്തി, അദ്ദേഹം നേരിട്ട് വന്ന് 2 ആളുകളോടും സംസാരിച്ച് അവസാനം ചർച്ച ചെയ്ത് ആ 2 ആളുകളെയും ഏറ്റുമുട്ടലിൽ നിന്നും അദ്ദേഹം പിന്തിരിപ്പിച്ചു. യുദ്ധം അവസാനം ഒഴിവായി. 2 ആളുകളും യാതൊരു ഏറ്റുമുട്ടലില്ലാതെ അവർ പിന്തിരിയാണ്. ആ ഒരു ദൗത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് അവരുടെ കയ്യിൽ പതാക നൽകിയിരുന്നു. സുനൻ തുർമുദിയിൽ കാണാൻ സാധിക്കും, ലിവാഉഹു അബിയദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളക്കൊടി ആ സംഘത്തിന് നൽകിയതായിട്ടെല്ലാം സ്വഹിയായിട്ട് ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ദൗത്യം, സൈഫുൽ ബഹർ എന്നുള്ള ദൗത്യം. ചിന്തിച്ചൊക്കെ അവരെ യാതൊരു സംഘടനയില്ലാതെ അത് പിരിയാണ്. അതാണ് ആദ്യത്തെ ശരിയായിട്ട് അറിയപ്പെടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പല ശരിയകളും യാതൊരു സംഘടനയില്ലാതെ ഈ രൂപത്തിൽ പിരിയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ വിശദീകരിച്ച ഈ ഒരു ശരിയത്തു സൈഫുൽ ബഹർ. രണ്ടാമതായി വീണ്ടും അതേ വർഷം, അതായത് ഹിജറ വർഷം 1 ശവ്വാൽ മാസത്തിൽ ഉബൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. അത് ചരിത്രത്തിൽ ആ ഒരു ദൗത്യം സരിയത്തു ഉബൈദ് ബിൻ ഹാരിസ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഉബൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം 60ഓളം മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സംഘം, നേരത്തെ 30 ആയിരുന്നു, ഈ ഒരു സന്ദർഭത്തിൽ ഇരട്ടി 60 മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാബിഖിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവരുടെ മിഷൻ, അവർക്ക് നൽകിയ ദൗത്യം എന്താണെന്ന് വെച്ചാൽ അതുവഴി വരുന്നൊരു ഖുറൈശി കാരവൻ, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 200ഓളം ആളുകൾ അടങ്ങുന്ന ഒരു കച്ചവട സംഘം അതുവഴി വരുന്നുണ്ട്. അതായിരുന്നു അവരുടെ ടാർഗറ്റ്. അങ്ങനെ 2 വിഭാഗവും ആ റാബിഖ് താഴ്വരയിൽ അവർ നേർക്ക് നേരെ കണ്ടുമുട്ടുകയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ് ചെയ്തു. സംഘടന അല്ലെങ്കിൽ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല. 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ് ചെയ്തു. രസകരമായിട്ടുള്ളൊരു കാര്യം, അബൂ സുഫിയാൻ്റെ സംഘത്തിൽപ്പെട്ട 2 ആളുകൾ അവർ മക്കയിൽ നിന്ന് തന്നെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച് അവരുടെ ഇസ്ലാം രഹസ്യമാക്കി വെച്ചതായിരുന്നു. അവരെങ്ങനെയെങ്കിലും മദീനയിലെത്താം, മുസ്ലിങ്ങൾക്കിടയിലേക്ക് എത്താൻ വേണ്ടി അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ അബൂ സുഫിയാനോടൊപ്പം കൂടി മുസ്ലിങ്ങളെ കണ്ട ഉടനെ അവർ മറുപക്ഷത്തേക്ക് ചാടി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദൗത്യം പ്രസിദ്ധമായി തീർന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ് സംഘടന ഒന്നും ഉണ്ടായില്ല, പക്ഷേ അമ്പ് ചെയ്ത സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ആദ്യമായിട്ട് അമ്പ് ചെയ്തത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ചെയ്ത ആ അമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച അമ്പ് എന്നുള്ള പേരിൽ ഈ ഒരു ശരിയ പ്രസിദ്ധമാണ്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീട് ഒരല്പം കഴിയുമ്പോൾ അതേ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ദുൽഖഅദ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരു ദൗത്യ സംഘത്തെ അയക്കുന്നുണ്ട് ജുഹ്ഫക്ക് സമീപമുള്ള ഖറാസ് എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക്. അതും ഖുറൈശി കച്ചവട കാരവനായിരുന്നു ടാർഗറ്റ്. പക്ഷേ
ആ ഒരു സംഘം അവിടെ എത്തിയപ്പോഴേക്കും ആ ഖുറൈശി കച്ചവടക്കാരൻ ഓൾറെഡി ആ സ്ഥലം വിട്ടു പോയിരുന്നു. അപ്പോൾ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ പറയപ്പെട്ട രണ്ട് ശരിയകളിലും കാര്യമായിട്ട് യാതൊരു സംഘടന നടക്കുന്നില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നിരവധി ശരിയകളുണ്ട്, പക്ഷേ പലതും യാതൊന്നും സംഭവിക്കാതെ പിരിയുന്ന ഒരു ചിത്രമാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരല്പം കഴിഞ്ഞ് ഹിജറ വർഷം 2 സഫർ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ യുദ്ധം, അതായത് ആദ്യത്തെ ഗസ്വ അരങ്ങേറാണ്. നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവ്വലുമാ ഗസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അബുവ. ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയ യുദ്ധം അൽ അബുവ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റൊരു പേര് ഗസ്വത്ത് വദ്ദാൻ എന്നുള്ള പേരിലും അത് പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ 70ഓളം മുഹാജിറുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾ എന്നൊരു സംഘമാണ് അതിനു വേണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് മുഹാജിറുകൾ മാത്രം കൂടെ കൂടുന്നത്? ഞാൻ നേരത്തെയും പറഞ്ഞു, നേരത്തെ പറഞ്ഞ ദൗത്യത്തിലെല്ലാം 30 മുഹാജിറുകൾ, 60 മുഹാജിറുകൾ, അൻസാറുകളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ബദറിന് മുമ്പുള്ള ആ ദൗത്യങ്ങളെല്ലാം നോക്കുന്ന സന്ദർഭത്തിൽ അതിലെല്ലാം മുഹാജിറുകളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം 2ാം അഖബ ഉടമ്പടിയിലുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2ാം അഖബ ഉടമ്പടി ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അത് വിശദമാക്കിയിരുന്നു. 2ാം അഖബ ഉടമ്പടിയിൽ അവർ കരാറ് നൽകിയ സന്ദർഭത്തിൽ ഡിഫൻസ് മാത്രമാണ് കരാറിലുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ സംരക്ഷിക്കും, അതായിരുന്നു ആ കരാറിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ അൻസാറുകളായിട്ടുള്ള ആളുകളെ അവരെ ഒന്നും അതിന് നിർബന്ധിച്ചില്ല എന്നുള്ളതാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് പിന്നീട് ബദറിന് തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളായിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ച സന്ദർഭത്തിൽ അവസാനം അവരുടെ പ്രതികരണം അറിയാൻ വേണ്ടി ആ ചോദ്യം ചോദിച്ചതും ആ സന്ദർഭത്തിലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സംസാരമെല്ലാം കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ബദറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് നേതൃത്വം നൽകുന്ന ആ യുദ്ധം, ആ ഗസ്വയാണ് ഇവിടെ അരങ്ങേറുന്നത് അൽ അബുവ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടു പോകുന്ന സന്ദർഭത്തിൽ ആ മദീനയുടെ ചുമതലയെല്ലാം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂൽ ഏൽപ്പിച്ചത്. ഖസറജ് ഗോത്രത്തിൻ്റെ നേതാവാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം മുഹാജിർ അടങ്ങുന്ന ആ സംഘവുമായിട്ട് റസൂലുള്ള പുറപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അൽ അബുവ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെത്തുകയാണ്. അൽ അബുവ എന്നറിയപ്പെടുന്ന ആ പ്രദേശം സീറയിൽ മറ്റൊരു സമയത്തും കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. റസൂലുള്ളാഹിൻ്റെ കുട്ടിക്കാലം, ബാല്യകാലം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ള കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ മദീനയിലേക്ക് പോയി. മദീനയിൽ നിന്നും മാതാവിനോടൊപ്പമുള്ള മടക്കയാത്രയിൽ അൽ അബുവ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹിൻ്റെ മാതാവ് മരണപ്പെടുന്നത്. അവിടെയാണ് റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ ഖബറുള്ളത്. അപ്പോൾ അൽ അബുവ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ എത്തിയപ്പോഴേക്കും ഖുറൈശി കാരവൻ അവർ ഓൾറെഡി കടന്നു പോയിരുന്നു. അവിടെയും യാതൊരു യുദ്ധവും ഉണ്ടാവുന്നില്ല. അപ്പോൾ യുദ്ധമൊന്നും ഉണ്ടായില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ തിരിച്ചു പോകാതെ ആ പ്രദേശത്ത് ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഗോത്രങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കാണുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ബനൂ ദംറ. ആ ബനൂ ദംറ ഗോത്രത്തിൻ്റെ തലവൻ അംറു ബിൻ മഖ്ഷിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ടൊരു സഖ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുകയാണ്. അതായത് ഞങ്ങളൊരിക്കലും നിങ്ങളെ ആക്രമിക്കില്ല, തിരിച്ചും അതേ രൂപത്തിൽ ഞങ്ങൾ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലൊരു സമാധാന കരാറ് അവരുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ ബദറിന് മുമ്പ് നടത്തിയിട്ടുള്ള ആ സരിയകളും ഗസ്വകളും അതിൻ്റെ പ്രഥമ ലക്ഷ്യം ഖുറൈശി കാരവനായിരുന്നെങ്കിലും അത് മാത്രമായിരുന്നല്ലോ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ആ മദീനയുടെ ഭൂമിശാസ്ത്രം, അതിന് ചുറ്റും ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഗോത്രങ്ങളെ അതുവഴി പരിചയപ്പെടാൻ പ്രധാനപ്പെട്ട വഴി ആ മദീനയുടെ ഭൂമിശാസ്ത്രം എല്ലാം പഠിച്ചെടുക്കാൻ, ഇതെല്ലാം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സരിയകളുടെയും ഗസ്വകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച ആദ്യത്തെ യുദ്ധം അൽ അബുവ. പിന്നീട് വീണ്ടും ഹിജ്റ വർഷം 2 റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ നേതൃത്വത്തിൽ 200ഓളം മുഹാജിറുകൾ അടങ്ങുന്ന ഒരു വലിയ സംഘം മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. അതാണ് 2ാമത്തെ ഗസ്വയായിട്ട് കടന്നു. ഗസ്വത്തു ബുവാത്ത് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവരുടെ ലക്ഷ്യം ഉമയ്യ ബിൻ ഖലഫിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ഖുറൈശി കച്ചവട കാരവൻ, 2500ഓളം ഒട്ടകങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വലിയ ഖുറൈശി കച്ചവട കാരവരായിരുന്നു അവരുടെ ടാർഗറ്റ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെടാണ്. ആ ഒരു സന്ദർഭത്തിൽ മദീനയുടെ ചുമതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൗത്യത്തിൽ റസൂലുള്ളാഹിൻ്റെ സംഘത്തിൽ പതാകവാഹകനായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ അവർ ആ ഉമയ്യ ബിൻ ഖലഫിൻ്റെ കച്ചവട കാരവനെ ലക്ഷ്യാക്കി അവർ പുറപ്പെട്ടു. പക്ഷേ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ അവരവിടെ എത്തിയപ്പോഴേക്കും ആ കച്ചവട കാരവന് കടന്നു കളഞ്ഞിരുന്നു. അവിടെയും യാതൊരു യുദ്ധം ഉണ്ടാകാതെയാണ് ആ ഒരു ഗസ്വയും അവസാനിക്കുന്നത്. ശേഷം അതേ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ
മറ്റൊരു പ്രധാനപ്പെട്ട ഖസ്വ, അത് ചരിത്രത്തിൽ ഒന്നാം ബദറൽ ഊല എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മറ്റൊരു പേര് ഖസ്വത്തു സൊഫ്വാൻ എന്നുള്ള പേരിലും അത് പ്രസിദ്ധമാണ്. അത് ബദറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഖുറൈശികളായിട്ടും ബന്ധമില്ല. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഫിഹിർ ഗോത്രക്കാരനായിട്ടുള്ള, അതായത് സൊഫ്വാൻ എന്നറിയപ്പെടുന്ന പ്രദേശം, അത് ബദറിൻ്റെ തൊട്ടടുത്താണ്. അവിടെ ജീവിക്കുന്ന ഫിഹിർ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രം, ആ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന കുർസുബിന് ജാബർ അല്ലെങ്കിൽ കർസുബിന് ജാബർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ ഗോത്രത്തിൽപ്പെട്ട ഒരല്പം ആളുകളുമായിട്ട് വന്ന് ആ മദീനയുടെ മേച്ചിൽപ്പുറങ്ങളെല്ലാം ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന നിരവധി ആടുകളെയും ഒട്ടകങ്ങളെല്ലാം അദ്ദേഹം കൊള്ള ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ ആ ഫിഹിർ ഗോത്രക്കാരെ തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം മുഹാജിർ അടങ്ങുന്ന ഒരു സംഘമായിട്ട് റസൂലുള്ളാഹി പുറപ്പെടുകയാണ്. റസൂലുള്ളാഹിൻ്റെ ആ സംഘത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അതിൻ്റെ പതാകവാഹകൻ. റസൂലുള്ളാഹി മദീന വിട്ട സന്ദർഭത്തിൽ മദീനയുടെ ചുമതല സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. അങ്ങനെ അവർ ബദറിനടുത്തുള്ള ആ സൊഫ്വാൻ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെ, അതുകൊണ്ടാണ് ഈ ഒരു ദൗത്യത്തിന് ഖസ്വത്ത് സൊഫ്വാൻ എന്നുള്ള പേരിലും ഈ ഒരു ദൗത്യം അറിയുന്നുണ്ട്. അപ്പോൾ അവർ ആ ബദറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവരവിടെ പോയ സന്ദർഭത്തിൽ ആ ഗോത്രക്കാരെല്ലാം രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു യുദ്ധവും ഇല്ലാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും തിരിച്ചു വരാണ്. അപ്പോൾ ഒന്നും അവിടെ സംഭവിച്ചില്ല. പക്ഷേ ഈ ഒരു ദൗത്യം കൊണ്ടാണ് പ്രധാനപ്പെട്ട നേട്ടം, ആ ബദർ എന്നറിയപ്പെടുന്ന ആ ലൊക്കേഷൻ ആദ്യമായിട്ട് മുസ്ലിങ്ങൾ പരിചയപ്പെടുകയാണ്. ആ ലൊക്കേഷനെ സംബന്ധിച്ച് ആ ബദറിൻ്റെ ഭൂമിശാസ്ത്രം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം അവരെ സഹായിച്ചു എന്നുള്ള സുബ്ഹാനല്ലാഹ്. അതേ വർഷം ജമാഅത്തുൽ ഊലയിൽ മക്കയിൽ നിന്നൊരു വമ്പിച്ച കച്ചവട കാരവൻ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷ്യാമിലേക്ക് പുറപ്പെടുന്ന രഹസ്യ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അതറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 150, ചില റിപ്പോർട്ടുകളിൽ 200ഓളം മുഹാജിറുകളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും ആ ഒരു കച്ചവട കാരവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ദുൽ ഉശൈറ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തെത്തിയപ്പോഴേക്കും, അതുകൊണ്ടാണ് ഈ ഒരു ഖസ്വത്ത് ദുൽ ഉശൈറ എന്നുള്ള പേരിലാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ ദുൽ ഉശൈറയിലേക്ക് എത്തിയപ്പോഴേക്കും അബൂ സുഫിയാനും സംഘവും അവർ മറ്റൊരു വഴി കടന്നു പോയിരുന്നു. അതായത് അവർ ഓൾറെഡി രക്ഷപ്പെട്ടിരുന്നു. ഈ ഒരു ഖസ്വ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഈ ഒരു ഖസ്വയിൽ നിന്നായിരിക്കും ഞാൻ ആരംഭിക്കുക. അത് പറയാനുള്ള കാരണം, അപ്പോൾ അബൂ സുഫിയാനും സംഘവും ഷ്യാമിലേക്ക് പോകുന്ന വഴി ഏതായാലും മുസ്ലിങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചില്ല. ചില ചരിത്രകാരന്മാർ പറയപ്പെടുന്നത് അബൂ സുഫിയാൻ മുസ്ലിങ്ങളുടെ ആ നീക്കം രഹസ്യമായിട്ട് അറിഞ്ഞു, അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു വഴികളിലൂടെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ബുദ്ധിമാനായ അബൂ സുഫിയാൻ ഉടനെ തന്നെ മക്കയിലേക്കൊരു മെസ്സേജ് കൈമാറി. കാരണം അവരുടെ പ്രധാനപ്പെട്ട കച്ചവട കാരവനാണ്. അതായത് മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട്, തിരിച്ചു വരുമ്പോഴും ഇതേ രൂപത്തിൽ മുസ്ലിങ്ങൾ തങ്ങളെ തടയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ഒരു സൈന്യത്തെ നിങ്ങൾ വിടണമെന്നുള്ള സന്ദേശം അബൂ സുഫിയാൻ ഉടനെ തന്നെ മക്കയിലേക്ക് നൽകുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ ഈ വിവരം അറിഞ്ഞതും മക്കയിലേക്ക് സൈന്യത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് രഹസ്യ മെസ്സേജ് കൈമാറിയതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇതേ സംഘം ഒരു കച്ചവട കാരവൻ പോയി അവർ മാസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരിക. അതുകൊണ്ടാണ് ഇതേ സംഘം ആ റമദാൻ മാസത്തിൽ അവർ തിരിച്ചു വരുന്ന വഴിയിലും അവരെ തടയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു സംഘമായിട്ടാണ് പുറപ്പെടുന്നത്. റസൂലുള്ളാഹി ഒരിക്കലും അവിടെ യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു യാത്ര പിന്നീട് ബദറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ആ ബദറിൻ്റെ സന്ദർഭത്തിൽ നമ്മളത് വിശദീകരിക്കും. അപ്പോൾ ഈ ഒരു ദുൽ ഉശൈറ സംഘടനം അല്ലെങ്കിൽ ദുൽ ഉശൈറ ഖസ്വ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം അവർ സിറിയയിലേക്ക് പോകുന്ന സന്ദർഭത്തിലൊന്നും സംഭവിക്കുന്നില്ല, തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ബദർ അരങ്ങേറുന്നത്. അവസാനമായിട്ട് ഹിജ്റ വർഷം 2 റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സംഘത്തെ അയക്കുന്നുണ്ട്. ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, പരിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിനെല്ലാം കാരണമാക്കി തീർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ശരിയത്തു നഖ്ല എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ആ റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 8ഓളം ധീരരായിട്ടുള്ള മുഹാജിർ അടങ്ങുന്ന ഒരു സംഘത്തെ മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തോട് മദീനയിൽ നിന്ന് ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിക്കാൻ യാത്ര പുറപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അവർ മക്കയുടെ ആ ദിശയിലല്ല പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സന്ദർഭത്തിൽ അവരുടെ കയ്യിലൊരു കത്ത് നൽകിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഈ ദിശയിൽ നിങ്ങൾ യാത്ര പോയി രണ്ടാമത്തെ ദിവസം പ്രഭാതാകുന്ന സന്ദർഭത്തിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ കത്ത് പൊട്ടിച്ച് വായിക്കുക. എന്നിട്ട് ആ കത്തിൽ എന്താണോ ഞാൻ കൽപ്പിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ നിർദ്ദേശം. ചിന്തിച്ചു നോക്കുക, എത്ര രഹസ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കങ്ങൾ നടത്തുന്നത്. കാരണം അവരുടെ മിഷൻ എന്താ, അവരുടെ ദൗത്യം എന്താണ്, അവരെങ്ങോട്ടാണ് പോകേണ്ടത്, അത് പോകുന്ന ആളുകൾക്ക് പോലും അറിയാത്ത രൂപത്തിലാണ് റസൂലുള്ളാഹി കാര്യങ്ങൾ നീക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ അപകടം പിടിച്ചൊരു ദൗത്യം, ഒരു മിഷനാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതൊരിക്കലും അത് ലീക്കാകാൻ പാടില്ല. മദീനയിലുള്ള ജൂതന്മാരോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ നേതൃത്വത്തിലുള്ള മുനാഫിക്കുകൾ ഒരിക്കലും ഈ മിഷനെ സംബന്ധിച്ച് അറിയാൻ പാടില്ല.
ആ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ള ഈ വിധം കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ അവർ മദീനയിൽ നിന്ന് പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം പ്രഭാതായ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആ കത്ത് പൊട്ടിച്ച് വായിച്ച സന്ദർഭത്തിൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചിട്ടുള്ളത്, നിങ്ങളിത് വായിച്ച ഉടനെ തന്നെ നിങ്ങൾ നഖ്ലയിലേക്ക് നിങ്ങൾ തിരിക്കുക. അതായത് മക്കൾക്കും ത്വാഇഫിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നഖ്ല. അങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഖുറൈശികളുടെ കച്ചവട കാരവനെ സംബന്ധിച്ച് ആ കച്ചവട കാരവൻ്റെ നീക്കങ്ങളെ സംബന്ധിച്ചും അത് വളരെ രഹസ്യമായിട്ട് അത് നിരീക്ഷിച്ച് മുഴുവൻ വിവരങ്ങളും എനിക്ക് നൽകുക. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന മിഷൻ. അതാണ് അവരുടെ ലക്ഷ്യം. വളരെ അപകടം പിടിച്ച ദൗത്യമാണ്. കാരണം മക്കൾക്ക് സമീപം പോയിട്ട് വേണം അത് നിരീക്ഷിക്കാൻ. എങ്ങാനും ഖുറൈശികളുടെ കണ്ണിൽപ്പെട്ടാൽ ജീവൻ എന്തായാലും അപകടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിൽ പ്രത്യേകമായിട്ട് എഴുതി ഈ ഒരു ദൗത്യത്തിന് കൂടെയുള്ള ഒരാളെയും നിർബന്ധിക്കരുതെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു കത്തിലുള്ള വിവരം കൂടെയുള്ള ആളുകളായിട്ട് പങ്കുവെക്കുകയാണ്. അവരൊന്നടങ്കം ആ മിഷന് പുറപ്പെടാൻ അവർ സന്നദ്ധരായിരുന്നു. അങ്ങനെ അവർ ഈ സംഘം മുഴുവൻ നഖ്ല ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. അപ്പോൾ ഏതോ ഒരു ദിവസം യാത്രക്കിടയിൽ രാത്രി ഏതോ ഒരു സ്ഥലത്ത് അവർ ടെൻറ്റ് ചെയ്ത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുന്ന സന്ദർഭത്തിൽ രണ്ടാളുകളുടെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉത്ബ ഇബ്നു ഗസ്വാൻ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളുകളുടെയും ഒട്ടകത്തെ കാണാനില്ല. ആ ഒട്ടകം കെട്ടുപൊട്ടിച്ച് എങ്ങോട്ടോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒട്ടകമാണ് അവരുടെ വാഹനം. അതില്ലാതെ അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ രണ്ടാളുകൾ അവരോട് പറഞ്ഞു, നിങ്ങളേതായാലും ഞങ്ങളെ കാത്തു നിൽക്കണ്ട, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യമായിട്ട് നിങ്ങൾ മുന്നേറുക. ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഒട്ടകത്തെ തിരയാണ്. എങ്ങാനും ലഭിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നു ചേരാം. ഈ രണ്ടാളുകൾ ആ മരുഭൂമിയുടെ വിജനതയിൽ ഉപേക്ഷിച്ച് ബാക്കിയുള്ള 6 ആളുകൾ നഖ്ല ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെ അവർ റജബ് മാസം 30-ാം തീയതി വൈകുന്നേരം, പ്രത്യേക അടിവരയിടുക, റജബ് മാസം 30 വൈകുന്നേരം അവർ നഖ്ലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ നഖ്ലയിൽ എത്തിയ ഉടനെ തന്നെ അവരുടെ കണ്ണിൽപ്പെട്ട ഒരു കാഴ്ച, ഒരു ചെറിയ ഖുറൈശി കച്ചവട സംഘം മക്കയുടെ വഴിയിൽ, ഒരു ഖുറൈശി കച്ചവട കാരവൻ മക്കയുടെ വഴിയിൽ പോകുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ചെറിയൊരു കാരവനാണ്, പക്ഷേ അത്യാവശ്യം ചരക്കുകളുണ്ട്. ആ കാരവനോടൊപ്പം വെറും 4 ആളുകൾ മാത്രമാണുള്ളത്. അപ്പോൾ അത് നല്ലൊരു അവസരമായിട്ട് കണ്ട് ഈ കച്ചവട കാരവൻ ആക്രമിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ അവരുടെ മുമ്പിൽ വലിയ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് അവരോട് കൽപ്പിച്ചിട്ടില്ല. ആ കത്തിൽ കച്ചവട കാരവൻ ആക്രമിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി അവരോട് നിർദ്ദേശിച്ചത് അവിടെ പോയി ഖുറൈശികളുടെ ആ കാരവനെ സംബന്ധിച്ചുള്ള വിവരം ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് റസൂലുള്ളാഹി കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കരുതെന്ന് പ്രത്യേകം വിലക്കിയിട്ടുമില്ല. ആ രൂപത്തിലുള്ള ഒരു കൺഫ്യൂഷൻ. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരവിടെ എത്തിയത് റജബ് മാസം 30-ാം തീയതിയാണ്. വൈകുന്നേരമായിട്ടുണ്ട് സമയം. സൂര്യൻ അസ്തമിച്ച് മഗ്രിബിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റജബ് മാസം എന്നുള്ളത് പവിത്ര മാസമാണ്. യുദ്ധം വിലക്കപ്പെട്ട 4 മാസങ്ങൾ, ദുൽഖഅദ്, ദുൽഹിജ്ജ്, മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കിയതാണ്. അപ്പോൾ ഏകദേശം മഗ്രിബിനോട് അടുത്തിട്ട് മഗ്രിബ് കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിലേക്ക് കടന്നു. ഇപ്പോൾ മഗ്രിബ് കഴിയുന്നത് വരെ, നേരം ഇരുട്ടുന്നത് വരെ അവർ കാത്തു നിൽക്കുകയാണെങ്കിൽ ആ കച്ചവട കാരവൻ ആ സ്ഥലം വിട്ടു പോകും. ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത്രയും കാലമായിട്ട് നിരവധി ഖസ്ബകളും സരിയകളെല്ലാം അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഖുറൈശികളുടെ ഒരൊറ്റ കാരവൻ പോലും വിജയകരമായിട്ട് പിടിച്ചടക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാരവനെ പിടിക്കുന്നതെല്ലാം കൊണ്ടും അതൊരു നേട്ടമാകുമെന്ന് കരുതി ഈ 4 അംഗ സംഘവുമായിട്ട് ഏറ്റുമുട്ടാൻ തന്നെ ഈ മുസ്ലിങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ 2 വിഭാഗവും സംഘട്ടനത്തിൽ ഏർപ്പെടാൻ. ആ ഏറ്റുമുട്ടലിൽ ഖുറൈശി കച്ചവട കാരവൻ്റെ നേതാവായിരുന്ന അംർ ഇബ്നു ഹളർമി എന്നറിയപ്പെടുന്ന വ്യക്തി മുസ്ലിങ്ങളുടെ കൈകളാൽ വധിക്കപ്പെടുകയാണ്. ആ 4 ആളുകളാണ് 4 ഖുറൈശികളാണ് ആ കച്ചവട കാരവനോടൊപ്പം ഉള്ളത്. അതിൻ്റെ നേതാവിനെ മുസ്ലിങ്ങൾ വധിച്ചു. ബാക്കി അവശേഷിക്കുന്ന 3 ആളുകളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള 2 ആളുകളെ മുസ്ലിങ്ങൾ കയ്യോടെ യുദ്ധത്തടവുകാരായിട്ട് പിടിക്കുകയും ചെയ്തു. ആ 2 ആളുകൾ ഉസ്മാൻ ഇബ്നു അബ്ദുല്ല, ഹക്കം ഇബ്നു കൈസാൻ, ഈ 2 ആളുകളെ മുസ്ലിങ്ങൾ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചു. യഥാർത്ഥത്തിൽ ഇതാണ് മുസ്ലിങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ യുദ്ധത്തടവുകാർ. അതല്ലാതെ ബദർ യുദ്ധത്തിലല്ല ആദ്യമായിട്ട് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഗനീമത്ത് ഇതാണ്. അതേപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കുക, മുസ്ലിങ്ങളുടെ കൈകളാൽ വധിക്കപ്പെട്ട ആദ്യത്തെ മുശ്രിക്ക് നേരത്തെ പറഞ്ഞ അംർ ഇബ്നു ഹളർമി എന്നറിയപ്പെടുന്ന ഖുറൈശിയാണ്. അപ്പോൾ ഈ കിട്ടിയ ചരക്കുകൾ അതേപോലെ തന്നെ ഈ 2 യുദ്ധത്തടവുകാരായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവും സംഘവും ഉടനെ തന്നെ മദീനയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി വിവരം അറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സന്തോഷിക്കുകയല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് അവരോട് കോപിച്ചു. റസൂലുള്ളാഹി അവരോട് ചോദിച്ചു,
ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലായിരുന്നില്ല, ഇതൊന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. ആ ഖുറൈശികളുടെ കച്ചവട കാരവൻ്റെ നീക്കത്തെ സംബന്ധിച്ചുള്ള വാർത്ത അറിയാൻ, അല്ലെങ്കിൽ ആ വാർത്ത അറിയിക്കാൻ വേണ്ടി അത് മാത്രമാണ് ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയത്. ഇതേ രൂപത്തിൽ വധിക്കാനൊന്നും ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചരക്കുകളെല്ലാം സ്വീകരിക്കാൻ റസൂലുള്ളാഹി വിസമ്മതിച്ചു. റസൂലുള്ളാഹി അത് സ്വീകരിച്ചില്ല. അതേപോലെ തന്നെ ആ യുദ്ധത്തടവുകാരുടെ കാര്യത്തിൽ പിന്നീട് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് അതും റസൂലുള്ളാഹി മാറ്റിവെച്ചു. മറുവശത്ത് സംഭവിക്കുന്നത്, മറുവശത്ത് ഞാൻ പറഞ്ഞു, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആൾ ഉടനെ തന്നെ ഖുറൈശികൾ മക്കയിൽ ചെന്ന് ഖുറൈശികൾ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം അറിയിച്ചു. അപ്പോൾ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഖുറൈശികൾ ആ കിട്ടിയ അവസരം അവർ കൃത്യമായിട്ട് മുതലെടുത്തു. ആ സംഭവം മുതലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുയായികൾക്കെതിരെ വലിയൊരു പ്രചാരണം ഖുറൈശികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഖുറൈശികൾ പറയാൻ തുടങ്ങി, മുഹമ്മദും സംഘവും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണെന്നെല്ലാം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഏത് മതമാണ് അവർ പിൻപറ്റുന്നത്? ആ പവിത്ര മാസത്തെ ലംഘിച്ച് മുഹമ്മദും സംഘവും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഞങ്ങളുടെ രക്തം ചിന്തി, ഞങ്ങളുടെ ചരക്കുകൾ തട്ടിയെടുത്തു, ഞങ്ങളുടെ ആളുകളെ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടു. അപ്പോൾ പവിത്ര മാസത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് മുഹമ്മദും സംഘവും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിലെല്ലാം ഖുറൈശികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഖുറൈശികൾ പറയുന്നതിൽ ഒരല്പം കാര്യമുണ്ട്. അതേ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു സംഘവും അവരുണ്ടാക്കിയ ആ പ്രയാസത്തെ ഓർത്ത് അവരങ്ങേയറ്റം വിഷമിക്കുകയും ചെയ്തു. ഈ ഒരു പ്രതിസന്ധി സന്ദർഭത്തിൽ ആ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വചനം പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 217-ാമത്തെ ആയത്ത് ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് കഴിഞ്ഞ നിരവധി ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ 217-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യസ്അലൂനക അനി ശഹ്രിൽ ഹറാമി ഖിതാലുൻ ഫീ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖുൽ ഖിതാലുൻ ഫീഹി കബീർ. തീർച്ചയായിട്ടും ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് തീർച്ചയായിട്ടും വലിയ അപരാധമാണ്. അതായത് വിലക്കപ്പെട്ട ആ പവിത്ര മാസത്തെ ലംഘിച്ച് യുദ്ധം ചെയ്യുന്നത് തീർച്ചയായിട്ടും വലിയ അപരാധമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ ചെയ്തത് തെറ്റാണ്. പക്ഷേ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവരെ വിമർശിക്കുന്ന ആളുകളോ, അതായത് അവർ മുസ്ലിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ആളുകൾ, അവർ സ്വന്തം അവരിലേക്ക് തന്നെ നോക്കട്ടെ, അവർ സ്വന്തം ഒന്ന് കണ്ണാടിയിൽ നോക്കട്ടെ. മുസ്ലിങ്ങൾ ചെയ്തത് തെറ്റാണ്, പക്ഷേ ആ തെറ്റിനെ ആഘോഷിക്കുന്ന നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിനേക്കാൾ വലിയ അപരാധങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസദ്ദുൻ അൻ സബീലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ ആളുകളെ തടയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ അപരാധം കുഫ്റും ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ അവിശ്വസിക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും വലിയ അപരാധം, ഏറ്റവും വലിയ ആ നന്ദികേട്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഫ്റും ബിഹി. അതേപോലെ തന്നെ വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് ആളുകളെ നിങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇഖ്റാജു അഹ്ലിഹി, അതിലെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ആളുകളെ അവരെ നിങ്ങൾ നാട്ടിൽ നിന്നും പുറത്താക്കി. ഇതെല്ലാം നിങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന നിങ്ങളാണ് ഈ ഒരു ചെറിയ തെറ്റിനെ, അല്ലെങ്കിൽ ഈ ഒരു തെറ്റിനെ നിങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ ഫിത്നത്തു അക്ബറു മിൻ ഖത്ൽ. കുഴപ്പമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കുഴപ്പങ്ങൾ നാട്ടിലുടനീളം കുഴപ്പമുണ്ടാക്കുന്നത് അത് കൊലയേക്കാൾ ഗുരുതരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ഈ ഫിത്ന എന്നുള്ളതുകൊണ്ട് വിഭജിക്കുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവിടെ ഫിത്ന എന്നുള്ളതുകൊണ്ട് വിഭജിക്കുന്നത് ശിർക്കാണ്, അല്ലെങ്കിൽ ബഹുദൈവ ആരാധനയാണെന്നെല്ലാം വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ടുള്ള ആയത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിക്കുകയാണ്. തീർച്ചയായിട്ടും പവിത്ര മാസത്തിൽ വധിച്ചത് അല്ലെങ്കിൽ യുദ്ധം ചെയ്തത് തെറ്റാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്. അതാണ് ഒരു വശത്തെങ്കിൽ, അതേ സന്ദർഭത്തിൽ തുലാസിൻ്റെ മറുവശത്ത് ഖുറൈശികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ എത്രയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പവിത്ര മാസത്തെ സംബന്ധിച്ച് വാദോരം സംസാരിക്കുന്ന ഇതേ ഖുറൈശികൾ തന്നെ പല സന്ദർഭത്തിലും പവിത്ര മാസങ്ങളെപ്പോലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പ്രവൃത്തി കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നസി എന്നറിയപ്പെടുന്ന അവരുടെ ഒരു ആചാരം, അതും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയുടെ 37-ാമത്തെ വചനത്തിൽ ഇന്നമൻ നസീഉ സിയാദത്തും വിൽ കുഫർ. പല സന്ദർഭത്തിലും യുദ്ധവും കവർച്ചയും അതേപോലെ തന്നെ പ്രതികാരത്തിനെല്ലാം അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം നിഷിദ്ധമായിട്ടുള്ള മാസത്തെ ഹലാലായി അവർ സ്വന്തം പ്രഖ്യാപിച്ച് പകരം യുദ്ധം അനുവദിക്കപ്പെട്ട മാസത്തെ ഹലാലാക്കി കലണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന, അവരുടെ സൗകര്യത്തിനനുസരിച്ച് നീക്കുന്ന ഒരു പ്രവൃത്തി ഖുറൈശികൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ പവിത്ര മാസത്തെ സംബന്ധിച്ച് വാദോരം സംസാരിക്കുന്നത്.
അതിന് പുറമെ വസദ്ദുൻ അൻ സബീലില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്ന് ആളുകളെ അവർ തിരിച്ചുവിടാണ്. കുഫ്റും ബിഹി, അതേപോലെ തന്നെ ഏറ്റവും വലിയ അപരാധം, അവർ കാലങ്ങളായിട്ട് ആ ബഹുദൈവാരാധനയിൽ അവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇഖ്റാജു അഹ്ലിഹി, അതായത് യഥാർത്ഥത്തിലുള്ള അവകാശികൾ ആ നാട്ടിൽ നിന്നും ആട്ടി ഓടിച്ച ആളുകളാണ്. ഈ രൂപത്തിലെല്ലാമുള്ള അനീതികളും അതേപോലെ തന്നെ അധർമ്മങ്ങളെല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവരെ വിമർശിക്കാൻ എന്താണ് യോഗ്യത? സ്വയം ഒന്ന് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉത്ബോധിപ്പിക്കുന്നത്. ഈ ഒരു ആയത്ത് വെച്ച് സമകാലിക ലോകത്തേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ സമാനമായിട്ടുള്ള പ്രവണതകളാണ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുക. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം, ഇസ്ലാം അറിയാത്ത മുസ്ലിം നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരു അവിവേകി ചെയ്യുന്ന പ്രവർത്തനം, അതെടുത്ത് നിരപരാധികളായിട്ടുള്ള ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്നു എന്നെല്ലാം ഒരു ഭാഗത്ത് പ്രസംഗിക്കുകയും അതേ സന്ദർഭത്തിൽ പച്ചയായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി രാഷ്ട്രങ്ങളും അതേ രൂപത്തിലുള്ള പ്രവണതകളും. അവരെത്ര ആളുകളാണ് അവർ വധിച്ചിട്ടുള്ളത്? ആ ഒരു പേരും പറഞ്ഞ് എത്രയെത്ര നാടുകളിലേക്കാണ് അവർ അധിനിവേശം നടത്തിയിട്ടുള്ളത്? എത്രയെത്ര നിരന്തരമായിട്ടുള്ള നീതി നിഷേധങ്ങളും അനീതികളാണ് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരാളും കാണുന്നില്ല. അതേ സന്ദർഭത്തിൽ ഒരൊറ്റപ്പെട്ട സംഭവം എടുത്ത് ഇതേ രൂപത്തിൽ മുഴുവൻ ആളുകളെയും പഴിക്കുന്ന രൂപത്തിലുള്ള പച്ചയായിട്ടുള്ള ഇരട്ടത്താപ്പ്, അതായത് നമ്മുടെ ഭാഷ നമ്മൾ പറയാറുണ്ട്, കയ്യില്ലാത്ത ഒരാൾ ചെറുവിരൽ നഷ്ടപ്പെട്ട ആളുകളെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കുകയാണ്. ഈ ഒരു ആയത്ത് അവതരിച്ചതോടുകൂടി ആ ഒരു വിഷയത്തിൽ തീരുമാനമായി. ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊണ്ടുവന്ന ആ ചരക്ക് സ്വീകരിച്ചു. അതേപോലെ തന്നെ ആ ബന്ദികളുടെ കാര്യത്തിലൊരു തീരുമാനമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കൊരു മെസ്സേജ് കൈമാറി. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ആ 2 യുദ്ധത്തടവുകാരെ അവർക്കുള്ള മോചനദ്രവ്യം നിങ്ങൾ നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ അവരെ വിട്ടയക്കാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതോടൊപ്പം പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടൊപ്പം ഒരു കണ്ടീഷനും വെച്ചു. അതായത് ഞങ്ങളിൽപ്പെട്ട 2 ആളുകൾ നിങ്ങളുടെ പ്രവിശ്യയിലുണ്ട്, അവരും സുരക്ഷിതമായിട്ട് ഇവിടെ എത്തേണ്ടതുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ മരുഭൂമിയിൽ അകപ്പെട്ട ഒട്ടകം നഷ്ടപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും ഉത്ബ ഇബ്നു ഖുസ്വാൻ റളിയല്ലാഹു അൻഹുവും അവർ നേരത്തെ മരുഭൂമിയിൽ പെട്ടതാണ്. ഖുറൈശികളുടെ പ്രവിശ്യയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരാൾക്കും അറിയില്ല. അവരെങ്ങാനും ഖുറൈശികളുടെ പിടിയിലാണോ എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിയാൽ ഇവർക്കുള്ള മോചനദ്രവ്യം നിങ്ങൾ നൽകുകയാണെങ്കിൽ ഉടനെ തന്നെ അവരെ റിലീസ് ചെയ്യുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതായാലും ദിവസങ്ങൾക്കകം ഈ 2 ആളുകൾ അവർ സുരക്ഷിതമായിട്ട് മദീനയിലേക്ക് തിരിച്ചെത്തി. അവരുടെ ഒട്ടകം അവർക്ക് തിരിച്ചു കിട്ടി. ദിവസങ്ങൾ കൊണ്ട് അവർ യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തി. ഈ ഒരു മെസ്സേജ് ലഭിച്ച ഉടനെ തന്നെ ഖുറൈശികൾ ആ 2 ആളുകൾക്കുള്ള മോചനദ്രവ്യം അവർ കൊടുത്തയച്ചു. അത് എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആളുകളെയും പറഞ്ഞയച്ചു. രസകരമായിട്ടുള്ള കാര്യം, ഈ 2ൽപ്പെട്ട ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞു 2 ആളുകൾ, ഹക്കം ഇബ്നു കൈസാനും ഉസ്മാൻ ഇബ്നു അബ്ദുല്ലയും. അതിൽ ഹക്കം ഇബ്നു കൈസാൻ എന്നറിയപ്പെടുന്ന വ്യക്തി റിലീസ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളോടൊപ്പം കൂടിയെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു അല്പ ദിവസം മുസ്ലിങ്ങളോട് ഇടപഴകി ആ മദീനയിൽ ജീവിച്ച സന്ദർഭത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ആ മനോഹരമായിട്ടുള്ള ആദർശം, അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളിലൂടെ അദ്ദേഹം ഇസ്ലാം കണ്ട് ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ആ ഹക്കം ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു അവരോടൊപ്പം താമസിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ രൂപത്തിലാണ് ആ ഒരു സംഭവം അവസാനിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിവിടെ നിരവധി ശരിയകളെ സംബന്ധിച്ചും അതേ നിരവധി ഖസ്ബുകളെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ദുൽ ഉശൈറ എന്നറിയപ്പെടുന്ന ദൗത്യം. അതിന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. അവർ ശാമിലേക്കുള്ള ആ കച്ചവട യാത്ര പോകുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്തു, പക്ഷേ അവർക്ക് ലഭിച്ചില്ല. ഇനി അവർ തിരികെ വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? അതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ ആ ബദറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ മനോഹരമായിട്ടുള്ള ആ ബദറിൻ്റെ ചരിത്രം അടുത്ത ഭാഗം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ മനസ്സിലാക്കാനും അത് പഠിക്കാനും അതേപോലെ തന്നെ ജീവിതത്തിൽ പകർത്താനും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.